Good afternoon. Good afternoon, ma'am. Good Good afternoon, ma'am. afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. इससे पानी कमा रहे हो? കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തത് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലേ? അതർ ഏരിയാസ് വരെയും മാത്സ് ക്ലാസ് എടുത്തിട്ടുണ്ടായില്ലേ? ഇതാരൊന്നും പറയാത്തേ? മറന്നുപോയാ? കുറെ ദിവസമായില്ലേ കണ്ടിട്ട്? ഓണം വെക്കേഷൻ കഴിഞ്ഞു അല്ലേ? മറന്നുപോയാ അപ്പൊ എല്ലാവരും? ഓക്കെ. എന്താണ് നമ്മ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റില് അതർ ഏരിയാസ് വരെ എടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കി എടുക്കാം. നെക്സ്റ്റ് പേഷ്യന്റ് ഫ്ലോ. പേഷ്യന്റ് ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റില് ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നത് മുതല് എങ്ങോട്ടൊക്കെയാണ് ആ പേഷ്യന്റിനെ കൊണ്ടുപോകുന്നത്, എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ, എന്തൊക്കെ കെയർസ് ആണ് അവർക്ക് ലഭിക്കുന്നത് എന്നാണ് ഈ പേഷ്യന്റ് ഫ്ലോയില് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ട്രയേജ്. ട്രയേജ് മിസ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എന്താണ് പേഷ്യന്റിനെ അവർക്ക് വേണ്ട മെഡിക്കൽ കെയർ, അവർക്ക് എന്ത് മെഡിക്കൽ കെയർ ആണോ വേണ്ടത് അതിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് അവരെ തരം തിരിക്കുക, സോർട്ട് ചെയ്യുക, അതാണ് ട്രയേജ്. ഓർമ്മയുണ്ടോ മിസ്? ഒരു എക്സാമ്പിൾ സഹിതം പറഞ്ഞിരുന്നത് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? എന്താരും പറയാത്തേ? ഇപ്പൊ എന്താണ് ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഒരു കാർഡിയാക് അറസ്റ്റ്, മേജർ കാർഡിയാക് അറസ്റ്റുമായി ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നു. ഒരു മൈനർ ആക്സിഡന്റ്, ചെറിയ രീതിയിലുള്ള ഒരു ആക്സിഡന്റ് പറ്റിയ ഒരു പേഷ്യന്റിനെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവന്നു. ആർക്കായിരിക്കും കൂടുതൽ പ്രയോറിറ്റി, കൂടുതൽ കെയർ ആർക്കായിരിക്കും വേണ്ടി വരിക? ആർക്കായിരിക്കും വേണ്ടി വരിക? കാർഡിയാക് അറസ്റ്റ്, മേജർ കാർഡിയാക് അറസ്റ്റുമായി കൊണ്ടുവന്ന പേഷ്യന്റിനാണോ മൈനർ ആക്സിഡന്റുമായി വന്ന ആൾക്കാണോ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക, കൂടുതൽ മുൻഗണന കൊടുക്കുക? ആർക്കായിരിക്കും കൂടുതൽ കെയർ കൊടുക്കുന്നത്? ആർക്കായിരിക്കും? കാർഡിയാക് അല്ലെ? മേജർ കാർഡിയാക്കുമായി എന്താണ് അവർക്ക് ചിലപ്പോ ലൈഫ്, അവരെ ജീവൻ തന്നെ നഷ്ടപ്പെടാം അല്ലെ, പെട്ടെന്ന് തന്നെ അവർക്ക് ട്രീറ്റ്മെന്റ് ലഭിച്ചില്ലെങ്കിൽ. അപ്പൊ അങ്ങനെ പേഷ്യന്റിനെ കൊണ്ടുവരുന്ന സമയത്ത് അവരെ സോർട്ട് ചെയ്യുക, അവർക്ക് വേണ്ട മെഡിക്കൽ കെയറിന്റെ അടിസ്ഥാനത്തിൽ ഉള്ള ഹോസ്പിറ്റലില് ഉള്ള റിസോഴ്സസുകൾ വെച്ച് എന്താണ് അവരെ തരംതിരിക്കുക, സോർട്ട് ചെയ്യുന്നതിന് പറയുന്നതാണ് ട്രയേജ്. ഓർമ്മയുണ്ടോ മിസ് പറഞ്ഞത്? 3 കുട്ടികൾക്ക് മിഠായി കൊടുക്കുന്നതൊക്കെ പറഞ്ഞു കണ്ട് മിസ് ഒരു എക്സാമ്പിൾ, അങ്ങനെയൊക്കെ എക്സാമ്പിൾ പറഞ്ഞു. ചാപ്റ്റർ 7 ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ഇനി നോക്കാം ട്രയേജ് എന്താണ്. ഓൾ പോയിന്റ്സ് ഷുഡ് ബി ട്രയേജ്ഡ് ത്രൂ എ സിംഗിൾ പോയിന്റ്. ഒരൊറ്റ പോയിന്റില്, ഒരൊറ്റ സ്ഥലത്ത് വെച്ചാണ് എല്ലാ പേഷ്യന്റിനെയും ട്രയേജ് കൊടുക്കുന്നത്. എന്താണ് എല്ലാ പേഷ്യൻസിനെയും തരംതിരിക്കുന്നത്, സോർട്ട് ചെയ്യുന്നത് ഒരൊറ്റ പോയിന്റിലാണ്, ഒരു സ്ഥലത്ത് വെച്ചാണ് ആ പേഷ്യൻസിനെ നിരീക്ഷിക്കുന്നത്. എയിം ഓഫ് ട്രയേജ് ഈസ് ടു സോർട്ട് പേഷ്യൻസ് ഫോർ പ്രൊവൈഡിംഗ് optimum care consistent with their medical need and ensuring efficient utilization of available resources. എന്നാണ് പേഷ്യന്റിനെ സപ്പോർട്ട് ചെയ്യുക, തരംതിരിക്കുക. ഇതിന്റെ അടിസ്ഥാനത്തിൽ
ആ പേഷ്യന്റിനെ കൊണ്ടുവന്നിരിക്കുന്ന പേഷ്യന്റിന് എന്ത് മെഡിക്കൽ നീഡാണോ, എന്ത് മെഡിക്കൽ കെയർ ആണോ, ട്രീറ്റ്മെന്റ് ആണോ അവർക്ക് ലഭിക്കേണ്ടത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ പേഷ്യന്റിന് എന്താണ് ഹോസ്പിറ്റലിലുള്ള റിസോഴ്സസുകൾ, എന്താണ് റിസോഴ്സ് ഉദ്ദേശിക്കുന്നത്, എന്തായിരിക്കും ഹോസ്പിറ്റലിലുള്ള റിസോഴ്സുകൾ എന്തായിരിക്കും? അവിടുത്തെ മെഡിസിൻ ആകാം അല്ലെ, അല്ലെങ്കിൽ ടെസ്റ്റുകൾ ആകാം അല്ലെ, അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും എക്യുപ്മെന്റ്സിന്റെ ഉപയോഗങ്ങളാവാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഹോസ്പിറ്റലിലുള്ള റിസോഴ്സുകൾ വെച്ചും കണ്ടിട്ട് പേഷ്യൻസിനെ കൂടുതൽ എഫക്റ്റീവായ അവർക്ക് ആവശ്യമുള്ള നീഡ്, മെഡിക്കൽ നീഡിനനുസരിച്ച് അവരെ ട്രീറ്റ്മെന്റ് ചെയ്യുക, അവരെ തരംതിരിക്കുന്നതാണ് ട്രയേജ്. ക്ലിയർ ആയോ? പേഷ്യന്റ് ട്രയേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എല്ലാ പേഷ്യൻസിനും ഒരൊറ്റ പോയിന്റിൽ വെച്ചാണ് അവരെ നിരീക്ഷിക്കുന്നത്, ട്രയേജ് കൊടുക്കുന്നത്. എയിം ഓഫ് ട്രയേജ്, ട്രയേജിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പേഷ്യന്റിനെ അവർക്ക് വേണ്ട മെഡിക്കൽ കെയറിന്റെ അടിസ്ഥാനത്തിൽ അവരെ തരംതിരിക്കുക. ക്ലിയർ ആയോ? ട്രയേജ് ഓക്കെ. പേഷ്യന്റിനെ തരംതിരിക്കുക എന്താണ്? ഇപ്പൊ ഒരുപാട് പേഷ്യൻസിന് അറ്റ് എ ടൈം 3 or 4 പേഷ്യന്റിനെ കൊണ്ടുവന്നിരിക്കുകയാണ് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ. എന്താണ്? അപ്പൊ അവരെ തരംതിരിക്കുക. എന്താണ്? മേജർ ആയിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള സോർട്ട് ചെയ്യുക പറഞ്ഞാൽ തരംതിരിക്കുക എന്താണ്? മേജർ ആയിട്ടുള്ള എന്താണ് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരെ സോർട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് മൈനർ ആയിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളാണെങ്കിൽ അവരെ അങ്ങനെ തരംതിരിച്ച് മാറ്റുന്നതാണ് ട്രയേജ്. ഓരോരുത്തർക്കും വേണ്ട ട്രീറ്റ്മെന്റ് കൊടുത്താൽ മതി. ഇപ്പൊ കാർഡിയാക് അറസ്റ്റുമായി ബന്ധപ്പെട്ട് വരുന്ന പേഷ്യന്റിന്റെ ഉള്ള ട്രീറ്റ്മെന്റ് ആയിരിക്കുമോ? എന്തെങ്കിലും മുറിവോ അതല്ലെങ്കിൽ ആക്സിഡന്റ് പറ്റി എന്തെങ്കിലും മുറിവോ ഒടിവോ പറ്റിക്കൊണ്ടുവരുന്ന പേഷ്യന്റിന് കൊടുക്കേണ്ടത് എന്താണ്? രണ്ടുപേർക്കും 2 തരം ട്രീറ്റ്മെന്റ് ആയിരിക്കും അല്ലെ വേണ്ടി വരുന്നത്. ആണോ? എന്താ? കാർഡിയാക് അറസ്റ്റുമായിട്ട് ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നാല് ചിലപ്പോ അവർക്ക് എന്താണ് CPR കൊടുക്കേണ്ടി വരും അല്ലെ. അപ്പൊ അതേപോലെ എന്താണ് മുറിവ് അല്ലെങ്കിൽ ചതവായിട്ട് വന്നിരുന്ന പേഷ്യന്റിന് അവർക്ക് എന്താണ് അത് ഡ്രസ് ചെയ്ത് കൊടുക്കേണ്ടി വരും. മുറിവ് എന്താണ് ഡ്രസ് ചെയ്ത് മരുന്ന് കെട്ടി കൊടുക്കേണ്ടി വരും. അതല്ലെങ്കിൽ ഫ്രാക്ചർ ഉണ്ടെങ്കിൽ എക്സ്റേ എടുക്കേണ്ടി വരും അല്ലെ. അപ്പൊ അവർക്ക് എന്താണ് വേറെ ട്രീറ്റ്മെന്റ് ആണ് വേണ്ടത് അല്ലെ. അങ്ങനെ പേഷ്യൻസിനെ അവരെ മെഡിക്കൽ നീഡ് അവർക്കുള്ള ട്രീറ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ പേഷ്യന്റിനെ തരംതിരിക്കുന്നത്. ഏത് പേഷ്യന്റിനാണ് കൂടുതൽ ഇമ്പോർട്ടന്റ്, കൂടുതൽ എമർജൻസി ആയിട്ട് ട്രീറ്റ്മെന്റ് വേണ്ടത് അവർക്ക് അപ്പൊ പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെന്റ് കൊടുക്കുക. ക്ലിയർ ആയോക്ക? ട്രയേജ് പേഷ്യന്റിനെ തരംതിരിക്കുക, അവരെ മെഡിക്കൽ നീഡിന്റെ അവരെ ഹെൽത്ത് കണ്ടീഷനെ അനുസരിച്ച് അവരെ തരംതിരിക്കുന്നതാണ് ട്രയേജ്. നെക്സ്റ്റ് റിസപ്ഷൻ. എന്താണ്? ആദ്യം കൊണ്ടുവരുന്ന പേഷ്യൻസിനെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് കയറ്റി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? അവരെ തരംതിരിക്കുക. അവർക്ക് എന്ത് കെയർ ആണ്, എന്ത് നീഡാണ് അവർക്ക് ആവശ്യം, അവർക്ക് എന്ത് മേജർ ആയിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടാണോ, മൈനർ ആയിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടാണോ നോക്കി അവരെ തരംതിരിക്കും. അതിനുശേഷം അവർക്ക് വേണ്ട എമർജൻസി ആയിട്ട് വേണ്ട ട്രീറ്റ്മെന്റ് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യും? അവരുടെ റെക്കോർഡുകൾ, അവരെ സോഷ്യൽ ഡാറ്റാസ് കളക്ട് ചെയ്യുക. അതാണ് റിസപ്ഷൻ പറയുന്നത്. ക്ലോസ് ഓപ്പറേഷൻ റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് വിത്ത് ട്രയേജ്. എന്താണ്? ട്രയേജിനോട് ക്ലോസ് ആയിട്ട് നിയർ ആയിട്ടായിരിക്കും, അടുത്ത് തന്നെയായിരിക്കും റിസപ്ഷൻ സ്ഥിതി ചെയ്യുന്നത്. ആഫ്റ്റർ ട്രയേജ് പേഷ്യൻസ് ഡീറ്റെയിൽസ് ആർ റെക്കോർഡഡ് ബൈ ദി ക്ലറിക്കൽ സ്റ്റാഫ്. എന്താണ്? ആ ട്രയേജ് കൊടുത്തതിന് ശേഷം ട്രയേജ് ചെയ്ത് പേഷ്യൻസിനെ തരം തിരിച്ച് ഓരോ സെക്ഷനിലായിട്ട് അവർക്കുള്ള ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും? പേഷ്യന്റിന്റെ അടുത്ത് വന്നുകൊണ്ട് അവരെ ഡീറ്റെയിൽസ് എന്താ റെക്കോർഡ് ചെയ്യും. എന്നാണ്? പേഷ്യന്റിന്റെ പേര് എന്താണ്, ഏജ് എന്താണ്, എവിടെ നിന്നാണ് വരുന്നത് അല്ലെ, അഡ്രസ്, എന്ത് പറ്റിയിട്ടാണ് കൊണ്ടുവന്നത് അല്ലെ, അങ്ങനെയുള്ള പേഷ്യൻസിന്റെ ഡാറ്റാസ് റെക്കോർഡ് ചെയ്യും. ന്യൂ മെഡിക്കൽ റെക്കോർഡ് ഈസ് ഐദർ റൈസ്ഡ് ഓർ ദി ഓൾഡ് വൺ റിട്രീവ്ഡ്. എന്താണ്? ചിലപ്പോ ആ ഹോസ്പിറ്റൽ ആ പേഷ്യന്റിന് ഫയലൊക്കെ ഉണ്ടായിരുന്നു അല്ലെ, മുമ്പാണ് ആ ഹോസ്പിറ്റലിൽ വന്ന് കൺസൾട്ട് ചെയ്തതൊക്കെ എങ്കിൽ എന്താണ്? അവർക്ക് പഴയ റെക്കോർഡ് റിട്രീവ് ചെയ്യുക, വീണ്ടെടുക്കുക. അതല്ലെങ്കിൽ പുതിയ റെക്കോർഡ് എന്താ ഓപ്പൺ ചെയ്യുക. ക്ലിയർ ആയ റിസപ്ഷൻ. നെക്സ്റ്റ് ട്രീറ്റ്മെന്റ്. പേഷ്യന്റ് മേ ബി ഡയറക്റ്റഡ് ടു. ക്ലിയർ ആയില്ല? ക്ലോസ് ഓപ്പറേഷൻ റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് വിത്ത് ട്രയേജ്. എന്താണ്?
ട്രയേജിനോട് അടുത്ത് തന്നെയായിട്ടായിരിക്കും എന്താണ് റിസപ്ഷൻ സ്ഥിതി ചെയ്യുന്നത് അല്ലെ. റിസപ്ഷൻ സ്ഥിതി എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഹോസ്പിറ്റലിൽ പോകുമ്പോ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് കണ്ടിട്ടുണ്ടോ? കാഷ്വാലിറ്റി എന്ന് കണ്ടിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ട് ആരെങ്കിലും? ഉണ്ട്. അതിന്റെ അടുത്ത് തന്നെയാണോ റിസപ്ഷൻ? അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആണോ? അടുത്ത് തന്നെയാണോ? എന്നാൽ കാഷ്വാലിറ്റി അതിന്റെ ഇപ്പുറം തന്നെയൊക്കെ ആയിട്ടായിരിക്കും റിസപ്ഷൻ സ്ഥിതി ചെയ്യുന്നത്. ആണ്. അത് ഇനി അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? എമർജൻസി ഡിപ്പാർട്ട്മെന്റിനോട് അല്ലെങ്കിൽ കാഷ്വാലിറ്റിനോട് ക്ലോസ് ആയിട്ടായിരിക്കും എന്ത് നമ്മുടെ റിസപ്ഷൻ സ്ഥിതി ചെയ്യുന്നത്. After triage, patients' details are recorded by the clerical staff. എന്താണ് ട്രയേജ് കൊടുത്ത് എന്താണ് ട്രയേജിൽ പേഷ്യന്റിന് സോൾവ് ചെയ്ത് തരം തിരിച്ച് ഓരോ പേഷ്യന്റിനെ ഓരോ സെക്ഷനിലാക്കിയതിനു ശേഷം അവർക്ക് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം എന്തായിരിക്കും അവരിൽ നിന്നുള്ള ഡാറ്റാസ് അല്ലെ, അവരുടെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നത്. ക്ലറിക്കൽ സ്റ്റാഫ് വന്നിട്ട് അവരുടെ പേര്, ഏജ്, എന്താ റെക്കോർഡ് അവര് ഫയൽ ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ റിസപ്ഷനിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ഡീറ്റെയിൽസ് എന്താ ക്ലറിക്കൽ സ്റ്റാഫ് വന്ന് അവരുടെ ഡീറ്റെയിൽസ് എടുക്കാം. എന്താ ഒരു പേഷ്യന്റ് പെട്ടെന്ന് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിട്ട് വന്നിട്ട് അവരെടുത്ത് വന്ന ആരെങ്കിലും ഡീറ്റെയിൽസ് എടുക്കാൻ നോക്കോ? എന്താണ് അവർക്ക് പെട്ടെന്ന് ട്രീറ്റ്മെന്റ് കൊടുക്കാനാണ് അല്ലെ നോക്കുക. ഇമ്മീഡിയറ്റ് ആയിട്ട് അവരെ ലൈഫ് സേവ് ചെയ്യാനായിരിക്കും നമ്മൾ നോക്കുക അല്ലെ. ആണോ? ഒരു പേഷ്യന്റിന്റെ ലൈഫ് സേവ് ചെയ്യാനായിരിക്കും, ജീവൻ രക്ഷിക്കാനായിരിക്കും നോക്കുക. അപ്പൊ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്ന് ട്രയേജിൽ തരം തിരിച്ചിട്ട് അവർക്ക് പേഷ്യന്റിന് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം എന്താ ചെയ്യാം? അവരെ ക്ലറിക്കൽ ഡാറ്റ, അവരുടെ ഡീറ്റെയിൽസ്, സോഷ്യൽ ഡാറ്റാസ്, അവരുടെ വിവരങ്ങള് ക്ലറിക്കൽ സ്റ്റാഫ് വന്ന് റെക്കോർഡ് ചെയ്യും. അത് ക്ലിയർ ആയോ? A new medical record is either raised or the old one retrieved. അതെന്താ പറഞ്ഞിരിക്കുന്നത്? ഇപ്പൊ നിങ്ങൾ ഒരു ഹോസ്പിറ്റലില് പോയി ഡോക്ടർ കണ്ടിട്ടുണ്ട്, രണ്ടാമത് ആ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ എന്ത് ചെയ്യും? എന്താ ചെയ്യുന്നത്? നമ്മുടെ അടുത്ത് അവിടുത്തെ കാർഡ് ഉണ്ടാവും അല്ലെ, പേഷ്യന്റ് ID കാർഡ് ഉണ്ടാവും. നമ്മുടെ ഉണ്ടാവോ? ഉണ്ടാവും. അപ്പൊ എന്താ നമ്മ അത് കൊടുക്കും കാണിട്ട് നമ്മുടെ പഴയ ഫയലോ രണ്ടാമത് റീ ഓപ്പൺ ചെയ്യുക. അതല്ലെങ്കിൽ എന്താണ് പുതിയതായിട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും? പുതിയ ഫയൽ ഓപ്പൺ ചെയ്യും. അതാ പറഞ്ഞിരിക്കുന്നത്. A new medical record is either റൈസ്ഡ് എന്നാണ്. പുതിയ മെഡിക്കൽ റെക്കോർഡ് ഓപ്പൺ ചെയ്യണമെങ്കിൽ എടുക്കാം. അതല്ലെങ്കിൽ എന്താ നമ്മൾ മുമ്പ് അവിടെ ഡോക്ടർ കൺസൾട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യാണ്? റിസീവ് ചെയ്താൽ മതി. രണ്ടാമത് വീണ്ടെടുത്താൽ മതി. ക്ലിയർ ആയ ഒരു സെക്ഷൻ? നെക്സ്റ്റ് ട്രീറ്റ്മെന്റ്. പേഷ്യന്റ് മേ ബി ഡയറക്റ്റഡ് ടു യൂണിറ്റ്സ് എന്നുള്ളട്ടാ. പേഷ്യന്റ് മേ ബി ഡയറക്റ്റഡ് ടു യൂണിറ്റ്സ് എന്നാണ് ഫസ്റ്റ് ട്രയേജ് കൊടുത്ത് പേഷ്യൻസിന് എന്താണ് ട്രയേജിൽ തരം തിരിച്ച് പേഷ്യന്റിന് എന്തൊക്കെ കെയർസ് ആണ് വേണ്ടതെന്നൊക്കെ അവര് നോക്കിയതിനു ശേഷം എന്താ പേഷ്യന്റിനെ ഓരോ യൂണിറ്റ്സിലേക്ക് പറഞ്ഞയക്കുക. എന്താണ് റെസോസിറ്റേഷൻ ഏരിയ, പുനരുജ്ജീവന ഏരിയ. കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ എന്താണ് കാർഡിയാക് അറസ്റ്റുമായി കൊണ്ടുവന്ന പേഷ്യൻസിന് എന്ത് കൊടുക്കണം? CPR കൊടുക്കണം അല്ലെ. പുനരുജ്ജീവന ഏരിയ എന്താണ്? അല്ലെങ്കിൽ ഭയങ്കര ബ്ലീഡിംഗ് ആയിട്ട് കൊണ്ടുവന്ന പേഷ്യൻസിന് എന്താണ്? ആ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യണം അല്ലെ. ആണോ? ആണ്. അപ്പൊ എന്താ അങ്ങനെയുള്ള റെസോസിറ്റേഷൻ ഏരിയസ്, പുനരുജ്ജീവന ഏരിയയിലേക്ക് പറഞ്ഞേക്കുക. അതല്ലെങ്കിൽ അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയ എന്താണ്? തീവ്ര പരിചരണ വിഭാഗത്തിലേക്ക് അല്ലെ. എന്താണ്? മേജർ ആക്സിഡന്റുകളായി പറ്റിക്കൊണ്ടുവന്ന പേഷ്യൻസിന് എന്തെങ്കിലും മേജർ ആയിട്ട് എന്തെങ്കിലും ശസ്ത്രക്രിയകൾ ചെയ്യണം അല്ലെങ്കിൽ സർജറീസ് ചെയ്യണം. അങ്ങനെയുള്ള പേഷ്യൻസിനൊക്കെ എന്ത് ചെയ്യുക? അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയയിലെ തീവ്ര പരിചരണ വിഭാഗത്തിലേക്ക് മാറ്റുക. നെക്സ്റ്റ് കൺസൾട്ടേഷൻ ഓൺ ഫാസ്റ്റ് ട്രാക്ക് ഏരിയ. ഫാസ്റ്റ് ട്രാക്ക് ഏരിയ കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡോക്ടർ കൺസൾട്ട് ചെയ്യാനായിട്ടില്ല. ഏതെങ്കിലും ഒരു ഡോക്ടർ കണ്ടാൽ എന്താണ് അവർക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല, എന്താണ് ഓക്കെ ആയി, എന്താണ് ഒരു ഡോക്ടർ കൺസൾട്ട് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ അവരെ ഡോക്ടർ കൺസൾട്ട് ചെയ്യുന്നതിന് വേണ്ടി പറഞ്ഞേക്കുക. മെഡിക്കൽ ഇമേജിംഗ് ഓർ വെയിറ്റിംഗ് ഏരിയാസ് എന്താണ്? അവർക്ക് എന്തെങ്കിലും സ്കാനിങ്ങുകൾ എന്താണ് എന്തെങ്കിലും പൊടിവോ ചതവോ അതല്ലെങ്കിൽ എന്താ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടില്ല വയറുവേദന അപ്പൊ എന്താണ് വയറിന്റെ അബ്ഡമൻ സ്കാനിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരെ
മെഡിക്കൽ ഇമേജിംഗ് സെക്ഷനിലേക്ക് ടെസ്റ്റുകൾ ചെയ്യാനോ സ്കാനിങ്ങുകൾ ചെയ്യാനോ അവരെ അങ്ങോട്ട് വിടുക. വെയിറ്റിംഗ് ഏരിയാസ് എന്താണ് റിസൾട്ടുകൾ മേടിക്കാനോ അതല്ലെങ്കിൽ അവരെ വെയിറ്റ് ചെയ്യുന്നതിന് വേണ്ടി വെയിറ്റിംഗ് ഏരിയാസ്. എമർജൻസി ട്രീറ്റ്മെന്റ് ഈസ് ഇനീഷ്യൽ എന്താണ് ട്രയൽസ് കൊടുത്ത് എമർജൻസി ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അവരെന്താണ് ഒന്നില്ലെങ്കിൽ റെസുസിറ്റേഷൻ ഏരിയയിലേക്ക് അതല്ലെങ്കിൽ അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയയിലേക്ക് അതല്ലെങ്കിൽ കൺസൾട്ടേഷന് വേണ്ടിയിട്ട് അതല്ലെങ്കിൽ മെഡിക്കൽ ഇമേജിംഗ് ഓർ വെയിറ്റിംഗ് ഏരിയയിലേക്ക് അവരെ ഡയറക്റ്റ് ചെയ്യുക, അവരെ പറഞ്ഞയക്കുക. ക്ലിയർ ആയോ? ട്രീറ്റ്മെന്റ് ക്ലിയർ ആയോ? ഓക്കെ. റെസുസിറ്റേഷൻ ഏരിയ എന്ന് പറഞ്ഞാല് പുനരുജ്ജീവന ഏരിയാസ്. ഫാസ്റ്റ് ട്രാക്ക് ഏരിയ എന്ന് പറഞ്ഞാല് കൺസൾട്ടേഷൻ, ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്ന പെട്ടെന്ന് തന്നെ അവരെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. Re-evaluation. Fourth one, re-evaluation. In emergency department, physician will re-evaluate patient condition after treatment and assesses test result because the result may give them additional insight in the type of treatment you need. എന്താണ് ഡോക്ടർ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടർ രണ്ടാമത് പേഷ്യന്റിനെ റിവാലുവേറ്റ് ചെയ്യാനല്ലേ, രണ്ടാമത് വിലയിരുത്താണ്. എന്തിന്റെ ബേസിസില് അവർക്ക് എന്തെങ്കിലും ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് അതിന്റെ ബേസിസിൽ ഇപ്പൊ എന്താണ് അവരെ കൊണ്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ യൂറിൻ ടെസ്റ്റ് ചെയ്യിച്ചിട്ടുണ്ട് അതല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും സ്കാനിങ്ങുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് അതിന്റെ ടെസ്റ്റിന്റെ റിസൾട്ട് നോക്കിയിട്ട് അവർക്ക് എന്തെങ്കിലും ഫർദർ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ആവശ്യമുണ്ടോ, അവര് ഓക്കെ ആയാലോ അവർക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ലേ എന്നെന്താ വീണ്ടും വിലയിരുത്തുക. ക്ലിയർ ആയോ? ഇവാലുവേഷൻ. ED full form emergency department. Emergency department നമ്മ ഫസ്റ്റ് അല്ലേ, ഫസ്റ്റ് എന്ന് പറഞ്ഞ ED എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ED എന്ന് പറഞ്ഞത്. ഇത് ഇവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഒരാൾക്ക് നെഞ്ചുവേദനയായിട്ട് കാഷ്വാലിറ്റിയിൽ ഭയങ്കര ബുദ്ധിമുട്ട്, നെഞ്ചിന് ഭയങ്കര ബുദ്ധിമുട്ട് അസ്വസ്ഥതയൊക്കെ ആയിട്ട് എന്താണ് കാഷ്വാലിറ്റി സെക്ഷനിലേക്ക് പറഞ്ഞയച്ചു. അപ്പൊ കാഷ്വാലിറ്റി സെക്ഷനിൽ വന്ന് ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ ഡോക്ടർ എന്ത് ചെയ്യും, ആളുടെ എന്താണ് ECG എടുപ്പിക്കും അല്ലെ. പിന്നെന്താണ് ഡ്രോപ്പ് 5 ടെസ്റ്റ് ഉണ്ട്. എന്താണ് ഹാർട്ടിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്, ഹാർട്ട് അറ്റാക്ക് ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഡ്രോപ്പ് 5 ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ എന്താ ആദ്യം അവരെ നോക്കി ഡോക്ടർ ജസ്റ്റ് ചെക്കപ്പ് ഒക്കെ ചെയ്തതിന് ശേഷം എന്താ അവർ ECG എടുത്ത് ഡ്രോപ്പ് 5 ടെസ്റ്റും ചെയ്തു. അതിനുശേഷം അതിന്റെ റിസൾട്ട് ചെക്കിയതിനു ശേഷം ഡോക്ടർ എന്ത് ചെയ്യും, ആ റിസൾട്ടിന്റെ ബേസിസിൽ അല്ലെ റിസൾട്ട് നോക്കിങ്ങാണ്ട് എന്താണെന്ന് നോക്കും. എന്താണ് റിസൾട്ടിൽ വേറെ കുഴപ്പമൊന്നുമില്ല, ECG നോർമൽ ആണ്, എന്താണ് ഡ്രോപ്പ് 5 ടെസ്റ്റിന്റെ റിസൾട്ട് നോർമൽ ആണെങ്കിൽ എന്താണ് അങ്ങനെ രണ്ടാമത് ടെസ്റ്റുകളുടെ അടിസ്ഥാനത്തിൽ ടെസ്റ്റിനൊക്കെ നോക്കി റിസൾട്ടൊക്കെ നോക്കി രോഗിനെ വിലയിരുത്തുന്നതാണ് റീവാലുവേഷൻ. നീ എന്താ പറഞ്ഞ മിസ്? കണ്ടില്ല മെസ്സേജ് അയച്ചത്. പേഷ്യന്റിന് ചെയ്ത ടെസ്റ്റുകളുടെയും ട്രീറ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ പേഷ്യന്റിനെ രണ്ടാമത് വിലയിരുത്തുന്നത്, രണ്ടാമത് ചെക്കപ്പ് ചെയ്യുന്നതാണ് റീവാലുവേഷൻ. ക്ലിയർ ആയോ? ഇപ്പൊ എന്താണ് ചിലപ്പോ എന്താ അബ്ഡോമിനൽ പെയിൻ വന്നിട്ട് ഭയങ്കര വേദന വന്നിട്ട് ഒരു പേഷ്യന്റിനെ കാഷ്വാലിറ്റിയിൽ കൊണ്ടുവന്നിട്ട് എന്താ അബ്ഡോമിനൽ ഗ്യാസിന്റെ ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെയാണെന്ന് തോന്നിയിട്ട് ഒരു ഇഞ്ചക്ഷൻ ഒക്കെ കൊടുക്കും. പേഷ്യന്റിന് ഒരു ഇഞ്ചക്ഷൻ ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് കുറച്ചു കഴിഞ്ഞിട്ട് നമ്മൾ വന്നങ്ങാണ്ടല്ലേ ആ പേഷ്യന്റിന് വന്നിട്ട് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടർ വന്ന് ഒന്നുകൂടെ ചെക്ക് ചെയ്യല്ലേ, ഓക്കെ ആയോ, സ്റ്റേബിൾ ആയോ, പെയിൻ ഒക്കെ കുറഞ്ഞോ എന്നൊക്കെ ചെന്ന് രണ്ടാമത് റീചെക്ക് ചെയ്യില്ലേ, ചെയ്യോ? ചെയ്യും. അതാണ് റീവാലുവേഷൻ. ക്ലിയർ ആയോ? നെക്സ്റ്റ് പറഞ്ഞോട്ടെ മിസ്. ഡിസ്ചാർജ്. ഡിസ്ചാർജ് പറഞ്ഞാൽ എന്താ, പേഷ്യന്റിന് ട്രീറ്റ്മെന്റ് കൊടുത്ത് ടെസ്റ്റുകൾ ചെയ്ത് അതിന്റെ റിസൾട്ടുകൾ കിട്ടി അതൊക്കെ കഴിഞ്ഞിട്ട് എന്താ പേഷ്യന്റിന് എന്താണ് ഹെൽത്ത് ഓക്കെ ആയി സ്റ്റേബിൾ ആയി അല്ലെ, അവരെന്താ നോർമൽ ആയി കഴിഞ്ഞാൽ എന്താ പിന്നെ അവര് കാഷ്വാലിറ്റിയിൽ എടുക്കണോ അവർ ഓക്കെ ആയി കഴിഞ്ഞാൽ വേണ്ട. അപ്പൊ അവരെന്ത് ചെയ്യാ, അവിടെ നിന്ന്
പറഞ്ഞയക്കുക, റിമൂവ് ചെയ്യുക. Discharge. Based on treatment, patient to be removed after stabilization. എന്താണ് പേഷ്യന്റ് സ്റ്റേബിൾ ആയി നോർമൽ ആയി കഴിഞ്ഞാൽ എന്താ കാഷ്വാലിറ്റിനെ അവരെ റിമൂവ് ചെയ്യുക. എന്താണ് റിമൂവ് ചെയ്യുക എന്നത് അവരെ അവിടെ നിന്ന് പറഞ്ഞയക്കുക. All patients receive written home care instructions to follow when discharged. പേഷ്യന്റിന് ഡിസ്ചാർജ് ചെയ്ത് പോകുന്ന സമയത്ത് എന്താണ് അവർക്ക് വീട്ടിൽ ചെന്നിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് ഒരു റിട്ടേൺ ആയിട്ടുള്ള എഴുതിയ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്. എന്താണ് എന്തൊക്കെ ഫുഡുകൾ കഴിക്കണം, നിർദ്ദേശങ്ങൾ എന്താണ് എന്തൊക്കെ ഫുഡ് കഴിക്കണം, പിന്നെ എങ്ങനെ എന്തെങ്കിലും എക്സസൈസുകൾ ചെയ്യണോ, എന്തൊക്കെ മെഡിക്കേഷൻസ് അവർ കഴിക്കണം എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. Referral can be made based on facilities of hospital and patient condition if needed. എന്താണ് പേഷ്യന്റിന് എന്തെങ്കിലും റെഫറൽ ഏതെങ്കിലും സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സിനെ അല്ലെങ്കിൽ ഏതെങ്കിലും സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റലിൽ കാണിക്കേണ്ടതുണ്ടെങ്കിൽ അതിന്റെ റെഫറല് ഡിസ്ചാർജിനോടൊപ്പം അവർക്ക് കൊടുക്കുന്നു. എന്താ ഇപ്പൊ അവർക്ക് നെഞ്ചുവേദനയായിട്ട് വന്നു, പക്ഷെ അവർക്ക് ടെസ്റ്റ് ചെയ്തിട്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ എന്താണ് ആ ഡോക്ടർക്ക് തോന്നണം അവരൊരു കാർഡിയാക് ഡോക്ടർ കൺസൾട്ട് ചെയ്താല് കൂടുതൽ ബെറ്റർ ആയിരിക്കും എന്ന് തോന്നുകയാണെങ്കിൽ അവര് ആ ഡോക്ടർ എന്ത് ചെയ്യും, എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടർ റെഫറൽ ചെയ്യൂലേ, കാർഡിയാക് ഡോക്ടർക്ക് റെഫറൽ ചെയ്യും. അതാണ് അവിടെ പറയുന്നത്. എന്തെങ്കിലും റെഫറൽ പേഷ്യന്റിന് എന്തെങ്കിലും റെഫറൽ ആവശ്യമായിട്ട് തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് റെഫറൽ ആവശ്യമായിട്ട് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യും, ആ പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് കാഷ്വാലിറ്റിന്ന് പറഞ്ഞയക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, റെഫറൽ കൊടുക്കും. ക്ലിയർ ആയോ? പേഷ്യന്റ് ഫ്ലോ. ഫസ്റ്റ് എന്താണ് ട്രയേജ്. എന്താ പേഷ്യന്റിന് എല്ലാ പേഷ്യന്റിനും ട്രയേജ് കൊടുക്കുന്നത്. ഇനി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടാ. ഹോസ്പിറ്റലിൽ പോയി ഫസ്റ്റ് എന്താണ് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ കാഷ്വാലിറ്റി റിസപ്ഷൻ എവിടെയാണ്, കാഷ്വാലിറ്റിയിൽ എങ്ങാനും എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ എന്ത് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നോക്കാം. അവിടെ കയറുമ്പോൾ തന്നെ ഉണ്ടാവും ട്രയേജിന്റെ ഏരിയാസ്. അപ്പൊ എല്ലാവർക്കും കാഷ്വാലിറ്റിയിൽ പ്രവേശിക്കുന്ന എല്ലാ പേഷ്യന്റിനും ട്രയേജ് കൊടുക്കുന്നത് ഒരു സിംഗിൾ ഒരു പോയിന്റിൽ വെച്ചായിരിക്കും. അവിടെ എന്താണ് പേഷ്യന്റിനെ തരംതിരിക്കുകയാണ്. അവരെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ച് അവർക്ക് എന്ത് മെഡിക്കൽ നീഡാണോ ആവശ്യമായി വരുന്നത് എന്നതിനെ തരംതിരിക്കുന്നതാണ് ട്രയേജ്. അങ്ങനെ തരംതിരിച്ചിട്ടുണ്ടെങ്കിലും അവർക്ക് ഇനീഷ്യൽ ട്രീറ്റ്മെന്റ് അല്ലെ എമർജൻസി ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും. നെക്സ്റ്റ് റിസപ്ഷൻ. ക്ലോസ് റിലേഷൻ എക്സിസ്റ്റ് വിത്ത് ട്രയേജ്. എന്താണ് ട്രയേജും റിസപ്ഷനും ഈ ക്ലോസ് ഓപ്പറേഷൻ എന്താണ് തൊട്ടടുത്ത് തന്നെയായിരിക്കും സ്ഥിതി ചെയ്യുന്നത്. പേഷ്യന്റ് ഓക്കെ ആയിക്കഴിഞ്ഞാൽ ട്രയേജ് കൊടുത്തതിന് ശേഷം പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡുകൾ പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് റെക്കോർഡ് ചെയ്യുന്നു. പേഷ്യന്റിന് എന്തൊക്കെ ബുദ്ധിമുട്ട് കൊണ്ടാണ് വന്നത്, അവരുടെ പേരെന്താണ്, വയസ്സ് എന്താണ്, അവർക്ക് എന്താണ്, അവർക്ക് എന്തെങ്കിലും മെഡിസിൻ കഴിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ട്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് റെക്കോർഡ് ചെയ്യുന്നു. പിന്നെ എന്താണ് പേഷ്യൻസിന് പഴയ ഫയല് ഓപ്പൺ ചെയ്യണമെങ്കിൽ റീഓപ്പൺ ചെയ്യാം. അതല്ല പുതിയ ഫയല് ഓപ്പൺ ചെയ്യണമെങ്കിൽ പുതിയ ഫയല് ഓപ്പൺ ചെയ്യുക. നെക്സ്റ്റ് ട്രീറ്റ്മെന്റ്. എന്താണ് പേഷ്യന്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റില് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം പേഷ്യന്റിനെ എങ്ങോട്ടാണ് പറഞ്ഞയക്കേണ്ടത്, എന്താണ് റെസസിറ്റേഷൻ ഏരിയയിലേക്കാണോ പുനരുജ്ജീവന ഏരിയയിലേക്കാണോ അല്ലെങ്കിൽ എന്തെങ്കിലും തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് വെന്റിലേറ്ററിന്റെ സഹായം ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ശസ്ത്രക്രിയകൾ സർജറീസ് ആവശ്യമുണ്ടോ, അങ്ങനെ എന്താണ് അവരെ അക്യൂട്ട് തീവ്രപരിചരണ വിഭാഗത്തിലേക്കാണെങ്കിൽ അങ്ങോട്ട് മാറ്റുക. അതല്ലെങ്കിൽ ഏതെങ്കിലും ഡോക്ടർ കൺസൾട്ട് ചെയ്യണമെങ്കിൽ അങ്ങോട്ട് മാറ്റുക. അതല്ലെങ്കിൽ എന്താണ് ഇവര് കൂടുതൽ ഒബ്സർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇവര് കൂടുതൽ ഡീറ്റെയിൽസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് സ്കാനിങ്ങുകളോ എക്സ്റേയോ ECGയോ അല്ലെങ്കിൽ എന്താണ് ടെസ്റ്റുകളോ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അവരെ അങ്ങോട്ട് മാറ്റുക. നെക്സ്റ്റ് ഇവാലുവേഷൻ എന്താണ് അവർക്ക് ഇനീഷ്യൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ എന്താണ് അവർക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ടെസ്റ്റ് റിസൾട്ട് കിട്ടിയതിന് ശേഷം എന്താണ് രണ്ടാമത് പേഷ്യന്റ് ആണെങ്കിൽ ട്രീറ്റ്മെന്റ് കൊടുത്തതിന് ശേഷം അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്ത് അതിന്റെ റിസൾട്ട് കിട്ടിയതിന് ശേഷം എന്താണ് രണ്ടാമത് പേഷ്യന്റിനെ വിലയിരുത്തുക. ഡിസ്ചാർജ്. Fifth one,
discharge. Based on treatment, patient to be removed after stabilization. എന്താണ് പേഷ്യന്റിന് ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്ത് അവർക്ക് വേണ്ട കെയർസ് ഒക്കെ കൊടുത്തതിന് ശേഷം അവര് എന്താണ് ഹെൽത്ത് ഓക്കെ ആയി നോർമലായി സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക അവരെ കാഷ്വാലിറ്റിന് ഡിസ്ചാർജ് ചെയ്യുക റിമൂവ് ചെയ്യുക. അപ്പൊ എന്താണ് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് പേഷ്യന്റിന് റിട്ടേൺ ആയിട്ടുള്ള വീട്ടിൽ ചെന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് റിട്ടേൺ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക. കൂടാതെ അവർക്ക് വേറെ റെഫറൽ ആയിട്ട് വല്ല ഹോസ്പിറ്റലിലേക്കോ ഫർദർ ഒബ്സർവേഷൻ അല്ലെങ്കിൽ ഫർദർ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സിനെ കാണേണ്ടതുണ്ടെങ്കിൽ അതിന്റെ റെഫറൽ കൂടി കൊടുക്കുക. ക്ലിയർ ആയോ? പേഷ്യന്റ് ഫ്ലോ. നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. other areas. First one, procedures room. Procedures എന്ന് പറഞ്ഞാല് എന്തെങ്കിലും ചെറിയ സർജറീസോ ഓപ്പറേഷൻസോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന റൂമാണ് പ്രൊസീജിയേഴ്സ് റൂം. നെക്സ്റ്റ് പ്ലാസ്റ്റർ റൂം. പ്ലാസ്റ്റർ റൂം നിങ്ങൾക്ക് അറിയാലോ, എന്തെങ്കിലും ബോഡി ഫ്രാക്ചർ ആയോ അല്ലെങ്കിൽ ഒടിവായോ എന്തെങ്കിലും കൈക്കോ കാലിനോ ചതവൊക്കെ പറ്റി അപ്പൊ നമുക്ക് പ്ലാസ്റ്റർ ഇടുമല്ലോ കയ്യുമ്മേളോ കാലുമ്പഴൊക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ളതാണ് പ്ലാസ്റ്റർ റൂം. നെക്സ്റ്റ് ഫാർമസി ഓർ ഡ്രഗ് പ്രിപ്പറേഷൻ. എന്താണ് ഫാർമസി എന്ന് പറഞ്ഞാല് നമുക്ക് മരുന്നുകൾ തരുന്ന സ്ഥലം അല്ലെ, മെഡിക്കേഷൻസ് നമുക്ക് മരുന്നുകൾ തരുന്ന സ്ഥലം. ഐസൊലേഷൻ റൂം. ഐസൊലേഷൻ റൂം എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റലിലെ സ്പെഷ്യൽ റൂമാണ്. എന്താണ് ഈ രോഗിയിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന രോഗിയിൽ നിന്ന് ഇൻഫെക്ഷൻസിലെ അണുക്കള് അസുഖങ്ങൾ സ്പ്രെഡ് ചെയ്യാതിരിക്കാനായിട്ട് രോഗിയെ മാറ്റി താമസിപ്പിക്കുന്ന റൂം. ഈ നിപ്പ വൈറസ് വന്നപ്പോ അല്ലെങ്കിൽ കൊറോണ വന്നപ്പോ നമുക്കിടയിൽ വ്യാപകമായി തീർന്നിരുന്ന ഒരു പേരാണ് അല്ലെ ഐസൊലേഷൻ റൂമിൽ മാറ്റി താമസിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വൈറസ് ഇത് കണ്ടിട്ടുണ്ടോ? വൈറസ് കണ്ടിട്ടുണ്ടോ? അതിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് ഐസൊലേഷൻ റൂമുകള്. കണ്ടിട്ടുണ്ടോ? അത് എന്താണ് ആ രോഗിയിൽ നിന്ന് അല്ലെ നിപ്പ വന്ന രോഗിയിൽ നിന്ന് ആ രോഗം മറ്റുള്ള രോഗികൾക്ക് സ്പ്രെഡ് ചെയ്യാതിരിക്കാനായിട്ട് ആ രോഗിയെ മാറ്റി താമസിപ്പിക്കുന്ന അല്ലെ ഒറ്റക്ക് കൊറോണ ടൈമില് ഒറ്റക്ക് താമസിപ്പിച്ചിരിക്കുന്ന റൂമാണ് ഐസൊലേഷൻ റൂം. ക്ലിയർ ആയോ അത്? നെക്സ്റ്റ് ഡീകണ്ടാമിനേഷൻ റൂം. ഡീകണ്ടാമിനേഷൻ റൂം എന്ന് പറഞ്ഞാൽ അണുവിമുക്തമാക്കിയ അല്ലെ. ഇപ്പൊ എന്താണ് ചെറിയ കുട്ടികൾക്ക് വാക്സിൻ എടുക്കൂലേ, ആ റൂം എന്താണ് ഡീകണ്ടാമിനേഷൻ റൂമാണ്. പിന്നെ ഓപ്പറേഷൻ തിയേറ്റേഴ്സ് ഒക്കെ ഇല്ലേ, അതൊക്കെ എന്താണ് ഡീകണ്ടാമിനേഷൻ റൂമുകളാണ്. എന്താണ് അണുവിമുക്തമാക്കിയ ഏരിയയാണ്. എന്താണ് മറ്റുള്ള അവിടെ നിന്ന് അവിടെ പ്രവേശിച്ചു കഴിഞ്ഞാൽ എന്താണ് അണുക്കള് പകരാതിരിക്കാൻ അല്ലെങ്കിൽ അണുക്കൾ അവിടെ പ്രവേശിക്കാതിരിക്കാനായിട്ട് അണുവിമുക്തമാക്കിയ റൂമുകളാണ്. ക്ലിയർ ആയോ? വാക്സിനേഷൻ റൂമിലേക്കൊക്കെ കയറ്റുമ്പോ നമ്മളോട് എന്താണ് കുട്ടികളെ കയറ്റുമ്പോ ചെരുപ്പിടിക്കാൻ പാടില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അണുവിമുക്തമാക്കിയ ഏരിയ, ഇൻഫെക്ഷൻസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ നല്ല എന്താണ് ചില ഓപ്പറേഷൻ തിയേറ്റേഴ്സ് അതല്ലെങ്കിൽ ചില കേസുകളിൽ നമുക്ക് എന്താണ് പുറത്തു നിന്നല്ലേ എന്താണ് അതിന്റെ ഉള്ളിൽ കയറുമ്പോ ഹോസ്പിറ്റൽ ഡ്രസ് ഇടിച്ചിട്ടായിരിക്കില്ലേ കയറ്റുന്നത്. ആണോ? സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടോ? അതിന്റെ ഉള്ളിലേക്ക് ആ പേഷ്യന്റിനെ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മ അവിടുത്തെ ഹോസ്പിറ്റൽ ഡ്രസ് അല്ലെ ആ സമയത്ത് നമുക്ക് ഒരു ഹോസ്പിറ്റൽ ഡ്രസ് തരും, അതിട്ടിട്ട് മാത്രം അങ്ങോട്ട് കയറാൻ പാടുള്ളൂ. എന്താണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഇൻഫെക്ഷൻസ് ആ റൂമിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അത്രയും അണുവിമുക്ത മാസ്ക് വെപ്പിക്കും അല്ലെങ്കിൽ ഫേസ് ഷീൽഡ് വെപ്പിക്കും അല്ലെ. അങ്ങനെ അണുവിമുക്തമാക്കിയ ഏരിയാസ് ഈ എന്താണ് സർജറി ചെയ്യുന്ന റൂം ഓപ്പറേഷൻ തിയേറ്റേഴ്സ് ഒക്കെ എന്താണ് ഡീകണ്ടാമിനേഷൻ ഏരിയാസ് ആണ്. പിന്നെ എന്താ സ്റ്റോറേജ് എന്ന് പറഞ്ഞാല് അവിടെയുള്ള എന്താണ് മെഡിക്കേഷൻസ് അവിടെയുള്ള മെഡിസിൻസ് സ്റ്റോറേജ് ചെയ്യണം. പിന്നെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് ആവശ്യമായ എക്യുപ്മെന്റ്സുകൾ അല്ലെ
ഓക്കെ, എക്യുപ്മെന്റ്സുകൾ സ്റ്റോർ ചെയ്യണം. എന്താണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ എന്താണ് സ്റ്റോർ ചെയ്യുന്ന ഏരിയയാണ് സ്റ്റോറേജ് ഏരിയ. നെക്സ്റ്റ് ക്ലീൻ ആൻഡ് ഡേർട്ടി യൂട്ടിലിറ്റി. എന്താണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റില് ഉപയോഗിച്ചതും ഉപയോഗിക്കാത്തതുമായ പല സാധനങ്ങളുണ്ട്. സിറിഞ്ചുകൾ ഉണ്ടാവും, ബോട്ടിൽസ് ഉണ്ടാവും, പിന്നെ എന്താണ് എങ്കിലും ബോട്ടിൽസ് ഉണ്ടാവും അല്ലെ. അങ്ങനെയുള്ള സാധനം അപ്പൊ എന്താ ഉപയോഗിച്ചതും മെഡിസിൻസ് ഉണ്ടാവും. അപ്പൊ എന്താ ഉപയോഗിച്ചതും ഉപയോഗിക്കാത്തതുമായ സാധനങ്ങൾ വേർതിരിച്ച് സൂക്ഷിക്കുന്ന ഏരിയ. നെക്സ്റ്റ് ലിനൻ റൂം. ലിനൻ റൂം എന്ന് പറഞ്ഞാൽ അവിടേക്ക് ആവശ്യമായ എന്താണ് ബെഡ്ഷീറ്റുകള്, പില്ലോ കവേഴ്സ്, അങ്ങനെയുള്ള സാധനങ്ങൾ, ക്ലോത്തുമായി ബന്ധപ്പെട്ട സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ഏരിയ ലിനൻ റൂം. നെക്സ്റ്റ് മൊബൈൽ എക്യുപ്മെന്റ്, ബേസ് ലൈറ്റ്, ട്രോളി, വീൽ ചെയർസ് എക്സെട്ര. എന്താണ് പേഷ്യൻസിനാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ട്രോളീസ്, വീൽ ചെയർസ് അതൊക്കെ സൂക്ഷിക്കാനുള്ള ഏരിയാസ്. പിന്നെ മൊബൈൽ എക്സ്റേ എക്യുപ്മെന്റ്, എന്താണ് നടന്നു പോകാൻ പറ്റാത്ത പേഷ്യൻസ്, എന്താണ് ആക്സിഡന്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവരുന്ന പേഷ്യൻസ് എന്താ ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ളതൊക്കെ ആയിരിക്കും അല്ലെ. ചിലവര് ഭയങ്കര ബുദ്ധിമുട്ടുള്ളതൊക്കെ ആയിരിക്കും. എന്താ അവരെടുത്ത് തന്നെ എക്സ്റേ മെഷീൻ കൊണ്ടുവന്ന് അവർ എക്സ്റേ എടുക്കുന്നതിന് വേണ്ടിയിട്ട് മൂവബിൾ ആയിട്ടുള്ള എക്സ്റേ മെഷീൻ. പിന്നെ ക്ലീനേഴ്സ് റൂം. ക്ലീനേഴ്സ് റൂം എന്ന് പറഞ്ഞാൽ ക്ലീനിങ്ങിന് ആവശ്യമായ എന്താ ലിക്വിഡുകള്, പിന്നെന്താണ് ക്ലീനിങ് ട്രോളീസ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്ന മോപ്പുകള്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്ന റൂം ക്ലീനേഴ്സ് റൂം. ക്ലീനിങ്ങിന് ആവശ്യമായ സാധനങ്ങള്, ലിക്വിഡുകള്, ട്രോളി അതൊക്കെ, ബക്കറ്റുകള്, മോപ്പുകള് അതൊക്കെ സ്റ്റോർ ചെയ്യുന്ന സെക്ഷൻ ക്ലീനേഴ്സ് റൂം. ഇതിലെന്തിനാ ഡൗട്ട്സ് എന്താ? അതർ ഏരിയാസ് ക്ലിയർ ആയോ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. ലിനൻ റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ എന്താണ് ബെഡ്ഷീറ്റുകള്, പില്ലോ കവേഴ്സ്, അവിടത്തേക്ക് ആവശ്യമായ ക്ലോത്തുകളൊക്കെ സ്റ്റോർ ചെയ്യുന്ന ഏരിയാസ്. കർട്ടൻസ് ഒക്കെ ഉണ്ടാവൂലേ, എന്താണ് രോഗികളെ വേർതിരിച്ച് കിടത്തുന്നതിന് വേണ്ടിയിട്ട് കർട്ടൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ഏരിയ. നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. ക്ലിയർ ആയോ? ഇപ്പൊ രണ്ടും പേഷ്യന്റ് ഫ്ലോവും അതർ ഏരിയാസും ക്ലിയർ ആയോ? നെക്സ്റ്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വർക്ക് ഫോഴ്സ്. എന്താണ് വർക്ക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അത് ആരായിരിക്കും? അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളാണ് അല്ലെ. ഒരു ഓഫീസിലെ വർക്ക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? അവിടെ വർക്ക് ചെയ്യുന്ന ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ആരൊക്കെയാണ്? എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫുകള്, കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ, കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ, CMO. അതാരായിരിക്കും? അവിടെ വെൽ ട്രെയിനഡ് ആയിട്ടുള്ള അല്ലെ. എന്താണ് അപകടങ്ങൾ അല്ലെങ്കിൽ വലിയ ആഘാതങ്ങളൊക്കെ സംഭവിച്ചാല് അത് കൈകാര്യം ചെയ്യുന്നത്, അതിനുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കുന്നതിന് വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള, സ്കിൽഡ് ആയിട്ടുള്ള, ട്രെയിനഡ് ആയിട്ടുള്ള ആരായിരിക്കും? ഓഫീസേഴ്സ് ആയിരിക്കും അല്ലെ. അതിനുള്ള കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ. കൺസൾട്ടൻസ് ഷുഡ് ബി അവൈലബിൾ. എന്താണ് ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും, കൺസൾട്ടൻസ് ഉണ്ടായിരിക്കും. RN with trained EMT at triage section. RN എന്ന് പറഞ്ഞാല് രജിസ്റ്റേർഡ് നേഴ്സ് ഉണ്ടായിരിക്കും. ട്രെയിനഡ് EMT എന്ന് പറഞ്ഞാല് എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ. എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ എന്താണ് പലതരത്തിലുള്ള ടെക്നിക്കൽ ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ ഉണ്ടാവില്ലേ. എന്താണ് നമ്മുടെ ഹാർട്ട് ബീറ്റ് മോണിറ്ററൈസ് ചെയ്യുന്നതിന്, നമ്മുടെ പൾസ് നോക്കുന്നതിന് അല്ലെ. അങ്ങനെയുള്ള ഓരോ എന്താണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ കാഷ്വാലിറ്റിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ എന്താണ് ആ പേഷ്യന്റിനെ ലൈഫ് സേവ് ചെയ്യുക അല്ലെ, ജീവൻ രക്ഷിക്കുക എന്നുള്ളതായിരിക്കും അവരെ ഏറ്റവും വലിയ ധർമ്മം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതിനുവേണ്ടി എന്താണ് ഒരുപാട് എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പൊ അതൊക്കെ കൈകാര്യം ചെയ്യുന്ന ടെക്നീഷ്യൻസ്, എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻസ്. RN രജിസ്റ്റേർഡ് നഴ്സ്, EMT എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻസ്. എന്താണ് എമർജൻസി, നമ്മുടെ എമർജൻസി സെക്ഷനിൽ എന്താണ് ഒരുപാട് ടെക്നിക്കൽ ആയിട്ടുള്ള, ഒരുപാട്
എക്യുപ്മെന്റ്സുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻസ്. അത് ട്രയേജ് സെക്ഷനില്. നെക്സ്റ്റ് എന്താണ്? സ്കിൽഡ് നഴ്സിംഗ് ടീം. സ്കിൽഡ് നഴ്സിംഗ് ടീം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ പുതുതായി പഠിച്ചിറങ്ങിയ നഴ്സുമാര്, പുതുതായി നഴ്സിംഗ് പഠിച്ചിറങ്ങിയ BSc നഴ്സിംഗ് ഒക്കെ പഠിച്ചു കഴിഞ്ഞ കുട്ടികൾ എന്താണ് അധികം ഇതല്ല എക്സ്പീരിയൻസ്ഡ് അല്ലാത്ത ഒരാളെ കൊണ്ടുവന്ന് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? ശരിയാവോ? ആരെങ്കിലും രജിസ്റ്റേർഡ് നേഴ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് ക്വാളിഫൈഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നഴ്സുമാരാണ് രജിസ്റ്റേർഡ് നേഴ്സ്. സ്കിൽഡ് നഴ്സിംഗ് ടീമിൽ പറഞ്ഞാൽ എന്താണ്? നമുക്ക് കാഷ്വാലിറ്റി സെക്ഷനിൽ അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവരുന്ന പേഷ്യൻസിനെ അവർ കൊണ്ടുവരുന്ന സമയത്ത് തന്നെ അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റുകൾ അല്ലെങ്കിൽ കെയർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കൂടുതൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്കിൽഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നഴ്സിംഗ് ടീമുകൾ, നഴ്സുമാരടങ്ങിയ ഒരു ടീം. ഇപ്പൊ എന്താ ഭയങ്കരമായിട്ടുള്ള ആക്സിഡന്റ് പറ്റി കൊണ്ടുവരുന്ന പേഷ്യന്റ് ആണ്. ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പുതുതായി വന്ന നഴ്സുമാർക്ക് അറിയാൻ പറ്റുമോ അവർക്ക് എന്ത് കെയർ ആണ് കൊടുക്കണം? എന്താണ് അവർക്ക് കാണുമ്പോ തന്നെ അല്ലെ ചിലപ്പോ എന്താ ഒരു ഷോക്ക് പോലെ ആയിപ്പോവും അല്ലെ, പെട്ടെന്ന് പേടിച്ചൊക്കെ പോവും. ആണോ? എന്താരൊന്നും പറയാത്തെ? ആണ്. അപ്പൊ എന്താ? അപ്പൊ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ എന്തായിരിക്കണം? കുറച്ചും കൂടി ക്വാളിഫൈഡ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി സ്കിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിനു വേണ്ടി എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവന്നിരിക്കുന്ന പേഷ്യന്റിനെ എങ്ങനെ കൈകാര്യം ചെയ്യാനുള്ള ട്രെയിനിങ്ങുകൾ കിട്ടിയ നഴ്സുമാരായിരിക്കണം. അങ്ങനെയുള്ള ട്രെയിനിങ്ങുകൾ കിട്ടിയ ഒരു സ്കിൽഡ് ആയിട്ടുള്ള നഴ്സിംഗ് ടീം ഉണ്ടായിരിക്കും. ഡയഗ്നോസ്റ്റിക് ടെക്നീഷ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നമ്മുടെ രോഗനിർണയം നടത്തുന്നതിന് നമ്മ എന്തൊക്കെ മാർഗങ്ങൾ എന്തൊക്കെ ഉപാധികളാണോ സ്വീകരിക്കുന്നത് അതൊക്കെ എന്താണ് അവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ ആരാണ്? ഡയഗ്നോസ്റ്റിക് ടെക്നീഷ്യൻസ് ആണ്. രോഗനിർണയം നടത്തുന്നതിന് എങ്ങനെയൊക്കെയാണ് നമ്മുടെ രോഗനിർണയം നടത്തുന്നത്? ലാബ്, എക്സ്റേ, പിന്നെ എന്താണ് സ്കാനിങ്ങുകൾ ചെയ്യൂലേ? സ്കാനിങ്ങുകൾ ചെയ്യും. അപ്പൊ അവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ ആരാണ്? ഡയഗ്നോസ്റ്റിക് ടെക്നീഷ്യൻസ് ആണ്. ക്ലിയർ ആയോ അത്? നെക്സ്റ്റ് പേഷ്യന്റ് കെയർ അസിസ്റ്റന്റ് ആൻഡ് എക്സിക്യൂട്ടീവ്സ്. ECG ലാബിൽ വർക്ക് ചെയ്യുന്ന ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ചെയ്യുന്ന ആളുകൾ, ECG ചെയ്യുന്ന ആളുകളെല്ലാം. നെക്സ്റ്റ് പേഷ്യന്റ് കെയർ അസിസ്റ്റന്റ് ആൻഡ് എക്സിക്യൂട്ടീവ്. എന്താണ്? പേഷ്യന്റിന്റെ രോഗി പരിചരണത്തിന് സഹായിക്കുന്ന ആളുകള് ആരൊക്കെ? എന്താണ്? രോഗിയുടെ പൾസ് നോക്കുക, അതല്ലെങ്കിൽ എന്താണ് BP നോക്കുക, ടെമ്പറേച്ചർ നോക്കുക, അതല്ലെങ്കിൽ എന്താണ് രോഗിക്ക് ഡ്രസ് മാറ്റാൻ സഹായിക്കുന്ന ആളുകൾ അല്ലെ? എന്താണ്? രോഗിക്ക് ഒട്ടും പറ്റാതെ കഴിഞ്ഞാല് അറ്റൻഡേഴ്സ്, അങ്ങനെയുള്ള ആളുകളാണ് പേഷ്യന്റ് കെയർ അസിസ്റ്റൻസ് ആൻഡ് എക്സിക്യൂട്ടീവ്സ്. ക്ലിയർ ആയോ? കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ എന്താണ്? വെൽ ട്രെയിനഡ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ ഓഫീസർ ഉണ്ടായിരിക്കും. ഡോക്ടേഴ്സ്, കൺസൾട്ടന്റ് ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും. പിന്നെ രജിസ്റ്റേർഡ് നഴ്സും EMT എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻസ് കൈകാര്യം ചെയ്യാനുള്ള സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും. സ്കിൽഡ് ആയിട്ടുള്ള എന്താണ്? ഇപ്പൊ എന്താ ഏതെങ്കിലും പോയിസണിങ് പറ്റി കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ എന്താണ് പൊള്ളലേറ്റ് കൊണ്ടുവന്ന പേഷ്യൻസിനൊക്കെ അല്ലെ കൂടുതൽ കെയർ ഒക്കെ കൊടുക്കണം അല്ലെ? അപ്പൊ അതൊക്കെ ചെയ്യണമെങ്കിൽ നല്ലൊരു നഴ്സിംഗ് ടീം തന്നെ വേണം അല്ലെ? അതിനൊക്കെ ഉള്ള ട്രെയിനഡ് ആയിട്ടുള്ള അല്ലെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു നഴ്സിംഗ് ടീം തന്നെ വേണം അല്ലെ? വേണോ? വേണം. അപ്പൊ അങ്ങനെയുള്ള സ്കിൽഡ് ആയിട്ടുള്ള ഒരു നഴ്സിംഗ് ടീം. നെക്സ്റ്റ് ഡയഗ്നോസ്റ്റിക് ടെക്നീഷ്യൻ. അതാണ് ലാബിൽ വർക്ക് ചെയ്യുന്നവര്, എക്സ്റേ സെക്ഷനിൽ വർക്ക് ചെയ്യുന്നത്, സ്കാനിങ് സെക്ഷനിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളൊക്കെയാണ് ഡയഗ്നോസ്റ്റിക് ടെക്നീഷ്യൻസ്.
പേഷ്യന്റ് കെയർ അസിസ്റ്റൻസ് ആൻഡ് ഇവിടെ എന്താണ് പേഷ്യന്റ് കെയർ രോഗി പരിചരണത്തിന് സഹായിക്കുന്ന ആളുകളാണ് പേഷ്യന്റ് കെയർ അസിസ്റ്റൻസ് ആൻഡ് എക്സിക്യൂട്ടീവ്സ്. ക്ലിയർ ആയോ? നെക്സ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് ആരായിരിക്കും? അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫുകൾ അഡ്മിനിസ്ട്രേഷൻ സെക്ഷനിൽ ആരാണ് വർക്ക് ചെയ്യുന്നത്? ക്ലറിക്കൽ സ്റ്റാഫുകളൊക്കെ ആയിരിക്കും അല്ലെ? ആണോ? ക്ലറിക്കൽ സ്റ്റാഫ് എന്താണ്? നമ്മുടെ ഫയൽ ഓപ്പൺ ചെയ്യുക, രജിസ്ട്രേഷൻ ചെയ്യുക, അതല്ലെങ്കിൽ ക്യാഷ്വാലിറ്റിയിൽ വന്ന ഡോക്ടർ കൺസൾട്ട് ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ അഡ്മിറ്റ് ആക്കുകയാണെങ്കിൽ അഡ്മിഷൻ ഓപ്പൺ ചെയ്യുന്ന ആളുകളൊക്കെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ്. ആണോ? ഓക്കെ, നോക്കാം ആരൊക്കെയാണ്. അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് മെഡിക്കൽ റെക്കോർഡുകൾക്ക് ഒരു പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡ് അല്ലെ, പുതിയ മെഡിക്കൽ റെക്കോർഡ് എടുക്കാനോ പഴയ മെഡിക്കൽ റെക്കോർഡ് വീണ്ടെടുക്കാനൊക്കെ ആരാണ്? മെഡിക്കൽ റെക്കോർഡ് അത് സൂക്ഷിക്കാന് ഫയലുകൾ സൂക്ഷിക്കാനൊക്കെ വേണ്ടിയിട്ട്. നെക്സ്റ്റ് രജിസ്ട്രേഷൻ ക്ലർക്ക് ആയിട്ട് അഡ്മിഷൻ ക്ലർക്ക് എന്താണ്? രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് രജിസ്ട്രേഷൻ ക്ലർക്ക് അഡ്മിഷന് വേണ്ടിയിട്ട് അല്ലെ, എന്താണ് അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് നമുക്ക് പറഞ്ഞു തരാനായിട്ട്. അതുകൂടാതെ എന്താണ് നമ്മുടെ ഇനീഷ്യൽ എമൗണ്ട് അല്ലെ പേയ്മെന്റ് അടക്കാനല്ലേ അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതി തരാൻ വേണ്ടിയിട്ട് അഡ്മിഷൻ ക്ലർക്ക്. ക്ലിയർ ആയോ? അത് രണ്ടും അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫും എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വർക്ക് ഫോഴ്സും. ഏതാണ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് എന്ന് പറഞ്ഞാല് മെഡിക്കൽ റെക്കോർഡ് ക്ലർക്ക്. എന്താണ്? നമ്മുടെ മെഡിക്കൽ റെക്കോർഡ് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താണ്? വന്നിരിക്കുന്ന പേഷ്യൻസിന്റെ പുതിയ മെഡിക്കൽ റെക്കോർഡ് ഓപ്പൺ ചെയ്യാനോ അതല്ലെങ്കിൽ പഴയ മെഡിക്കൽ റെക്കോർഡ് വീണ്ടെടുക്കാനൊക്കെ വേണ്ടിയിട്ട് എന്താ? മെഡിക്കൽ റെക്കോർഡ് ക്ലർക്ക്. നെക്സ്റ്റ് രജിസ്ട്രേഷൻ ക്ലർക്ക് എന്താണ്? നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ ചെല്ലുന്ന സമയത്ത് നമ്മ രജിസ്ട്രേഷൻ കൗണ്ടർ കണ്ടിട്ടുണ്ടോ? രജിസ്ട്രേഷൻ കൗണ്ടറിന്റെ എൻക്വയറി ഇന്ന സ്ഥലത്ത്, ബില്ലിംഗ് സെക്ഷൻ വേറെ സ്ഥലത്ത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഉണ്ട്. അപ്പൊ ഈ രജിസ്ട്രേഷൻ സെക്ഷനിൽ വർക്ക് ചെയ്യുന്ന ആളാണ് രജിസ്ട്രേഷൻ ക്ലർക്ക്. അഡ്മിഷൻ ക്ലർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് നോക്കുന്ന അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് പേഷ്യന്റിന്റെ റിലേറ്റീവ്സിന് അല്ലെങ്കിൽ കൂടെ വന്നിരിക്കുന്ന ആളുകൾക്ക് അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നതും അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ശരിയാക്കി കൊടുക്കുന്ന ആളാണ് അഡ്മിഷൻ ക്ലർക്ക്. ക്ലിയർ ആയോ? ലിയാന? നെക്സ്റ്റ് പറഞ്ഞോട്ടെ മിസ്. റെക്കോർഡ്സ്. ഇത്രയും ഭാഗത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? മിസ് എടുത്തോട്ടെ, നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. ഒരു മിനിറ്റ്. നെക്സ്റ്റ് റെക്കോർഡ്സ്. എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ കാഷ്വാലിറ്റിയിൽ ഏതൊക്കെ റെക്കോർഡ്സുകളാണ്, ഏതൊക്കെ തരം റെക്കോർഡുകളാണ് സൂക്ഷിക്കുന്നത്? ഫസ്റ്റ് പേഷ്യന്റ് റെക്കോർഡ്. അറിയാലോ, പേഷ്യന്റിന്റെ ഡീറ്റെയിൽസും അവർക്ക് എന്തൊക്കെ ട്രീറ്റ്മെന്റ് കൊടുത്തു, അവർക്ക് എന്തൊക്കെ മെഡിക്കേഷൻസ് കൊടുത്തു, അവർക്ക് എന്ത് അസുഖം കൊണ്ടാണ് വന്നിരിക്കുന്നത് എന്നുള്ള ഒരു പേര്, വയസ്സ്, അങ്ങനെയുള്ള എല്ലാ പേഷ്യന്റിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തിയിരിക്കുന്ന പേഷ്യൻസ് റെക്കോർഡ്. പിന്നെന്താണ് കാഷ്വാലിറ്റി ഡെത്ത് രജിസ്റ്റർ. എന്താണ്? കാഷ്വാലിറ്റിയിൽ ഒരാളെ കൊണ്ടുവന്നിട്ട് മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ആർക്കെങ്കിലും മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് റെക്കോർഡ് ചെയ്യുന്ന കാഷ്വാലിറ്റി ഡെത്ത് രജിസ്റ്റർ. നെക്സ്റ്റ് ഒബ്സർവേഷൻ ആൻഡ് ഫോളോ അപ്പ് റെക്കോർഡ്. എന്താണ്? ഒബ്സർവേഷൻ ചെയ്യുന്നതിനുള്ള ഒരു രോഗിനെ ഒബ്സർവേഷൻ ചെയ്ത് അതിന്റെ ഡീറ്റെയിൽസ് എഴുതാന്, അതല്ലെങ്കിൽ പേഷ്യൻസിന് ഫോളോ അപ്പ് കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഒരാഴ്ച കഴിഞ്ഞിട്ട് വരണം, അതല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞിട്ട് വരണം എന്നുള്ള ഫോളോ അപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതുന്ന ഫോളോ അപ്പ് റെക്കോർഡ്സുകള്. നെക്സ്റ്റ് റെഫറൽ റെക്കോർഡ്. എന്താണ് റെഫറൽ എന്ന് പറഞ്ഞാൽ? എന്താണ്? രോഗിക്ക് വേറെ ഏതെങ്കിലും റെഫറൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സിനെ കാണണം, അതല്ലെങ്കിൽ ഏതെങ്കിലും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലിലേക്ക് രോഗിനെ ഷിഫ്റ്റ്
റെഫറൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിൽ ആ രോഗിയുടെ ഡീറ്റെയിൽസും എവിടെയൊക്കെയാണ് റെഫറൽ കൊടുത്തിരിക്കുന്നത് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ എഴുതുന്ന റെഫറൽ റെക്കോർഡ്. നെക്സ്റ്റ് ട്രീറ്റ്മെന്റ് റെക്കോർഡ്. എന്താണ് ഓരോ രോഗിക്കും കൊടുത്തിരിക്കുന്ന ട്രീറ്റ്മെന്റുകളെ കുറിച്ച് എഴുതുന്ന ട്രീറ്റ്മെന്റ് റെക്കോർഡുകള്. മൈനർ OT റെക്കോർഡ്സ്. എന്താണ് മൈനർ ആയിട്ടുള്ള ചെറിയ ചെറിയ ശസ്ത്രക്രിയകളൊക്കെ ചെയ്യില്ലേ പേഷ്യന്റിന്, അങ്ങനെയുള്ള മൈനർ OT അതിന്റെ ഡീറ്റെയിൽസ്, ഏത് പേഷ്യന്റിനാണ് എന്ത് രീതിയിലുള്ള മൈനർ ആയിട്ടുള്ള എന്ത് ഓപ്പറേഷൻ ആണ് അവർക്ക് കൊടുത്തത്, എത്രാം തീയതിയാണ് അങ്ങനെയുള്ള ഓപ്പറേഷൻ ചെയ്തത്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എഴുതിയിരിക്കുന്ന മൈനർ OT റെക്കോർഡ്സ്. ഇൻസിഡന്റ് റിപ്പോർട്ട് ഫോംസ് ആൻഡ് രജിസ്റ്റർ. എന്താണ് എന്തെങ്കിലും ഇൻസിഡന്റുകൾ, എന്തെങ്കിലും സംഭവങ്ങളൊക്കെ അവിടെ രജിസ്റ്റർ ചെയ്തിട്ട് എന്താണ് ആക്സിഡന്റുകള്, അല്ലെങ്കിൽ എന്താണ് പോയിസണിങ് അറ്റംപ്റ്റുകള്, അല്ലെങ്കിൽ തല്ലുപിടുത്ത അടിപിടി കേസുകൾ, അങ്ങനെയുള്ള എന്തെങ്കിലും ഇൻസിഡന്റുകളൊക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് രജിസ്റ്റർ ചെയ്താൽ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതുന്നതിന് വേണ്ടിയിട്ട് ഇൻസിഡന്റ് റിപ്പോർട്ട് ഫോംസും രജിസ്റ്ററും. നെക്സ്റ്റ് അറ്റൻഡൻസ് രജിസ്റ്റർ ഓഫ് ഓൾ കാറ്റഗറീസ് ഓഫ് സ്റ്റാഫ്. എന്താണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളിൽ രജിസ്റ്റേർഡ് നഴ്സുമാരുണ്ട്, EMT ഉണ്ട് അല്ലെ, എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻസ് ഉണ്ട്, സ്കിൽഡ് നഴ്സിംഗ് ടീമുകളുണ്ട്. അപ്പൊ അവരെയൊക്കെയുള്ള അറ്റൻഡൻസ് രജിസ്റ്റർ ചെയ്യുന്ന അറ്റൻഡൻസ് രജിസ്റ്റർ റെക്കോർഡ്. പിന്നെ രജിസ്റ്റർ ഓഫ് ഡ്യൂട്ടി ഡോക്ടേഴ്സ് ആൻഡ് സ്പെഷ്യലിസ്റ്റ്. എന്താണ് കാഷ്വാലിറ്റിയിൽ അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ അപ്പൊ വർക്കിംഗ് ആയിട്ടുള്ള ഡോക്ടേഴ്സിന്റെ അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സിന്റെ അറ്റൻഡൻസ് രജിസ്റ്റർ ചെയ്യുന്ന രജിസ്റ്റർ. ഓൾ ഡോക്യുമെന്റ്സ്. പിന്നെ എന്താണ് വേറെ ഡോക്യുമെന്റ്സുകൾ ഉണ്ട്. അഡ്മിഷൻ കാർഡ് എന്താണ് ഒരു പേഷ്യന്റിനെ അഡ്മിറ്റ് ആക്കുകയാണെങ്കിൽ എന്താണ് അവരവിടെ നിന്ന് ഒരു ഫോമിൽ എഴുതി തരും അല്ലെ, ക്യാഷ്വാലിറ്റി ഒരു ഫോമിൽ എഴുതി തരും. ഇത് കൊണ്ടുപോയി ഇതിന് എന്താണ് രജിസ്ട്രേഷൻ കൗണ്ടറിൽ കൊടുക്കാൻ പറഞ്ഞ് എഴുതി തരും അല്ലെ, അതിലൊരു ഫോം ഉണ്ട് അവിടെ അഡ്മിഷൻ ആക്കുകയാണെങ്കിൽ. ഉണ്ടോ, കണ്ടിട്ടുണ്ടോ അതൊക്കെ? കണ്ടിട്ടില്ല? ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഫോം ഉണ്ട്. എന്താണ് അവർ ആ പേഷ്യന്റ് കാഷ്വാലിറ്റി കൊണ്ടുവന്നിരിക്കുന്ന പേഷ്യന്റിനെ അഡ്മിറ്റ് ആക്കുകയാണെങ്കിൽ അതിനൊരു ഫോം ഉണ്ട്, അതിൽ അവിടെ നിന്ന് എഴുതി തരും. ഇത് കൊണ്ടുപോയി പിന്നെ എന്താണ് രജിസ്ട്രേഷൻ സെക്ഷനിൽ അല്ലെങ്കിൽ ഫില്ലിംഗ് സെക്ഷൻ അവിടെ കാണിച്ചാൽ മതി. അപ്പൊ എന്താണ് നിങ്ങൾക്ക് അഡ്മിഷനുള്ള പ്രൊസീജിയേഴ്സ് നടത്തിക്കോളൂ എന്നും പറഞ്ഞിട്ട് അങ്ങനെയുള്ള അഡ്മിഷൻ കാർഡുകള്. കേസ് ഷീറ്റ്. എന്താണ് നമുക്ക് ഒരു പേഷ്യന്റിനെ കേൾക്കുമ്പോൾ തന്നെ അല്ലെ പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് നമ്മുടെ എത്തുന്ന രോഗചരിത്രം. എന്താണ് നമ്മുടെ പേഷ്യന്റിനെ കുറിച്ച് അല്ലെ, പേഷ്യന്റിന് എന്ത് ബുദ്ധിമുട്ടാണ് വന്നത്, ഇവരെന്തെങ്കിലും മെഡിസിൻസ് സ്ഥിരമായി കഴിക്കുന്നവരാണോ, ഇവർക്ക് ആദ്യമായിട്ടാണോ ഇങ്ങനെ ബുദ്ധിമുട്ട് വന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിസിൻ കഴിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും അലർജി പ്രോബ്ലംസ് ഉണ്ടോ എന്നൊക്കെ പറഞ്ഞു കണ്ടല്ലേ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ അല്ലെ, പ്രീവിയസ് ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ച് അവർ റെക്കോർഡ് ചെയ്യും. അങ്ങനെയുള്ള കേസ് ഷീറ്റുകള്. ഡ്രഗ് ചാർട്ടുകൾ. ഇപ്പൊ എന്താണ് ഓരോ എമർജൻസി സെക്ഷനിലും ഓരോ കാഷ്വാലിറ്റി സെക്ഷനിലും എമർജൻസി മെഡിസിൻസ് ഉണ്ടാവും. എന്താണ് ബ്ലീഡിംഗ് ആയിട്ട് വരുന്ന പേഷ്യൻസിനെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള എന്താണ് ഇഞ്ചക്ഷന്റെ മെഡിസിൻസ്, അതല്ലെങ്കിൽ അവർക്ക് കഴിക്കാൻ കൊടുക്കുന്ന മെഡിസിൻസ്, അതല്ലെങ്കിൽ എന്താണ് അബ്ഡോമിൻ പെയിൻ ആയിട്ട് വരുന്ന പേഷ്യൻസിന് അപ്പൊ തന്നെ കൊടുക്കുന്നതിനുള്ള മെഡിസിൻസ്, അങ്ങനെയുള്ള എമർജൻസി മെഡിസിന്റെ ഡീറ്റെയിൽസ് എഴുതിയ ഡ്രഗ് ചാർട്ട്. ഡെത്ത് സർട്ടിഫിക്കറ്റ് ഫോം. എന്താണ് കാഷ്വാലിറ്റിയിൽ വെച്ച് മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ഡെത്ത് സർട്ടിഫിക്കറ്റ് ഫോംസ്. നെക്സ്റ്റ് MLC record with all the diagnostic and investigation result and kept under lock and key under CMO casualty. അതാണ് നിൽക്കട്ടെ, മിസ് പറഞ്ഞുതരാട്ടാ. മെഡിക്കോ ലീഗൽ കേസസ് ലൈക്ക് ആക്സിഡന്റ് ആൻഡ് ട്രോമ, assault, rape, poisoning, unconscious brought dead should be stamped as MLC. എന്താണ് ആക്സിഡന്റ് കേസുകൾ, എന്താണ് ആക്സിഡന്റ് പറ്റിക്കൊണ്ട് അപകടങ്ങൾ പറ്റിക്കൊണ്ടുവരുന്ന പേഷ്യൻസിന്, ട്രോമ ആഘാതങ്ങൾ അല്ലെ, എന്താണ് ആക്സിഡന്റ് പറ്റിയ ആഘാതങ്ങൾ അല്ലെങ്കിൽ മോളിൽ നിന്ന് വീണ് അങ്ങനെയുള്ള ട്രോമ കേസുകള്. പിന്നെ അസോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അടിപിടി, കയ്യേറ്റം എന്നൊക്കെ പറയില്ലേ, കയ്യേറ്റം നടത്തുക, രണ്ടുപേര് തമ്മിൽ വാക്കുതർക്കം നടത്തുന്ന അങ്ങനെയുള്ള അസോൾട്ട് കേസുകള്. റേപ്പ് അറ്റംപ്റ്റുകള്, പോയിസണിങ്, എന്താണ് സൂയിസൈഡ് അറ്റംപ്റ്റിന് വേണ്ടി എന്തെങ്കിലും വിഷാംശം ഒഴിച്ചല്ലേ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷാംശം കഴിച്ചിട്ട് വരുന്ന അങ്ങനെയുള്ള പോയിസണിങ് ആയിട്ടുള്ളത്. പിന്നെ എന്താണ് ബോധമില്ലാണ്ട് ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നിട്ട് അവരെന്താ മരിക്കുക. കാഷ്വാലിറ്റിയിൽ എന്താണ് ഒരു പേഷ്യന്റിനെ കൊണ്ടുവരുമ്പോൾ ആൾക്ക് എന്താ ബോധമില്ല, കുറച്ചേരം കഴിയുമ്പോൾ
ആള് മരണപ്പെടുകയാണ്. അപ്പൊ എന്താണ് ഇവർക്ക് അറിയാൻ പറ്റൂല അല്ലെ എന്ത് കാരണം കൊണ്ടാണ് മരിച്ചതെന്ന്. അപ്പൊ അങ്ങനെയുള്ള കേസുകളൊക്കെ എന്ത് ചെയ്യും, MLC കേസ് എന്നും പറഞ്ഞ് മെഡിക്കോ ലീഗൽ കേസ് എന്നും പറഞ്ഞ് സ്റ്റാമ്പ് ചെയ്ത് സൂക്ഷിക്കും. ഇനി മിസ് വിട്ട പോയിന്റിലേക്ക് വരാം. MLC record with all the diagnostic and investigation result and kept under lock and key under CMO casualty. എന്താണ് മെഡിക്കോ ലീഗൽ കേസിന്റെ റെക്കോർഡുകൾ, അതിന്റെ ഡീറ്റെയിൽസ് എന്താണ്, എന്ത് ഡയഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ആക്സിഡന്റ് പറ്റിയാണോ, ട്രോമ പറ്റിയാണോ, റേപ്പ് അറ്റംപ്റ്റ് ആണോ, പോയിസണിങ് ആണോ, അങ്ങനെയുള്ള ഡയഗ്നോസ്റ്റിക് ഡീറ്റെയിൽസും അതിനെക്കുറിച്ച് ഇവര് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് എന്താണ് ആ രോഗിയെ ചെക്കപ്പ് ഒക്കെ ചെയ്ത് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ടുള്ള റിസൾട്ടുകളും ഒക്കെ എന്താണ് റെക്കോർഡില് MLC റെക്കോർഡുകളിൽ എഴുതിയിട്ട് അത് ആരാണ് സൂക്ഷിക്കുന്നത്, കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ ലോക്ക് ചെയ്ത് സൂക്ഷിക്കുന്നു. ആ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറിന്റെ അണ്ടറിലായിരിക്കും ആ മെഡിക്കോ ലീഗൽ കേസുകളുടെ റെക്കോർഡുകൾ സൂക്ഷിക്കുന്നത്. പോലീസ് ഇന്റിമേഷൻ ബുക്ക്. നെക്സ്റ്റ് ഏത് റെക്കോർഡാണ്, പോലീസ് ഇന്റിമേഷൻ റെക്കോർഡ്. പോലീസ് ഇന്റിമേഷൻ റെക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പേഷ്യന്റിന്റെ നമ്മുടെ ഈ MLC കേസുകളില് എന്താണ് ആക്സിഡന്റുകള്, റേപ്പ് അറ്റംപ്റ്റുകള്, പോയിസണിങ്, ട്രോമ, അടിപിടി കേസുകളൊക്കെ എന്താണ് പോലീസിന്റെ അറിവിലേക്കായിട്ട് നമുക്ക് കൊടുക്കില്ല. ഇന്ന കേസുകൾ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോലീസിന്റെ അറിവിലേക്കായിട്ട് കൊടുക്കുന്ന കേസുകളൊക്കെ എന്താണ് പോലീസ് ഇന്റിമേഷൻ ബുക്കില് നമ്മ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുന്നു. പിന്നീട് എന്തെങ്കിലും ഫർദർ ഇൻവെസ്റ്റിഗേഷന്, ഫർദർ എന്തെങ്കിലും കേസ് ഒക്കെ ആയിട്ട് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് വന്നു കഴിഞ്ഞാല് അതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കണം അല്ലെ പോലീസുകാർക്ക്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള കേസുകൾ എന്താണ് ആ പേഷ്യന്റിന്റെ പേര്, ഏജ്, പിന്നെ എന്താണ് എന്ത് ആയിട്ടാണ് വന്നത് കാണിക്കുന്നത്, ഇപ്പൊ പോയിസണിങ് ആണെങ്കിൽ പിന്നെ ഇവരെ കണ്ടെത്തലുകൾ എന്താണ്, അവിടെ അറ്റ് എ ടൈം ആ കാഷ്വാലിറ്റിയിൽ ആരാണ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നത്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ വെച്ച് കാണിട്ട് പോലീസ് ഇന്റിമേഷൻ ബുക്ക് തയ്യാറാക്കുന്നുണ്ട്, സൂക്ഷിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? റെക്കോർഡ്സുകൾ എന്താണ്, പേഷ്യൻസ് റെക്കോർഡ്, പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും എഴുതിയ പേഷ്യൻസ് റെക്കോർഡ്, കാഷ്വാലിറ്റിയിൽ വെച്ച് മരണം സംഭവിച്ചവരുടെ പറഞ്ഞോട് ഇപ്പൊ കാഷ്വാലിറ്റിയിൽ വെച്ച് മരണം സംഭവിച്ചവരുടെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയ കാഷ്വാലിറ്റി ഡെത്ത് രജിസ്റ്റർ ബുക്ക്. പിന്നെ എന്താണ് ഒബ്സർവേഷൻ, പേഷ്യന്റിനെ ഒബ്സർവ് ചെയ്തിട്ട് അത് എഴുതിയിട്ടത്, അല്ലെങ്കിൽ പേഷ്യൻസിന് എന്തെങ്കിലും ഫോളോ അപ്പ് എന്താണ് ഒരാഴ്ച കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 1 മാസം കഴിഞ്ഞിട്ട് വീണ്ടും കൺസൾട്ട് ചെയ്യാൻ വരണം എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഫോളോ അപ്പ് കാര്യങ്ങൾ എഴുതിയിട്ടുള്ള ഫോളോ അപ്പ് റെക്കോർഡ്സുകള്. റെഫറൽ റെക്കോർഡ് എന്താണ് വേറെ ഏതെങ്കിലും സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സിനെ കാണുമല്ലോ, അതല്ലെങ്കിൽ ഏതെങ്കിലും സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റലിലേക്കൊക്കെ പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള പേഷ്യൻസിന്റെ ഡീറ്റെയിൽ ഒക്കെ എഴുതിയ റെഫറൽ റെക്കോർഡുകള്. ട്രീറ്റ്മെന്റ് റെക്കോർഡ്, എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ കൊടുത്തിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് എഴുതിയത്. മൈനർ OT റെക്കോർഡ്, എന്താണ് മൈനർ ആയിട്ടുള്ള ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും ശസ്ത്രക്രിയകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള മൈനർ ശസ്ത്രക്രിയ അതിന്റെ ഡീറ്റെയിൽസ് എന്താണ്, പേഷ്യന്റിന്റെ പേര്, എന്ത് ശസ്ത്രക്രിയയാണ് ചെയ്തത്, എന്നാണ് ചെയ്തത്, ഏത് ഡോക്ടറാണ് ചെയ്തത്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എഴുതിയ മൈനർ OT റെക്കോർഡ്സുകള്. ഇൻസിഡന്റ് റിപ്പോർട്ട് ഫോംസ് ആൻഡ് രജിസ്റ്റർ. ഇപ്പൊ എന്താണ് ഓരോ ആക്സിഡന്റ് പറ്റി ഒരു പേഷ്യന്റിനെ കൊണ്ടുവരികയാണ്, അപ്പൊ കൊണ്ടുവന്നിരിക്കുന്ന ആളുകൾക്ക് ഫോം കൊടുക്കാറുണ്ട് അല്ലെ, കൊടുക്കാറുണ്ടോ? ഈ ഫോം ഫില്ല് ചെയ്ത് തന്നിട്ട് പൊക്കോളാൻ പറയില്ലേ അവരുടെ ഡീറ്റെയിൽസും. അങ്ങനെയുള്ള എന്താണ് അത് ഇൻസിഡന്റ്, ആ ഇൻസിഡന്റ് എന്താണെന്ന് അവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അങ്ങനെയുള്ള ഇൻസിഡന്റ് റിപ്പോർട്ട് ഫോം ആൻഡ് രജിസ്റ്റർ. അറ്റൻഡൻസ് രജിസ്റ്റർ ആണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സ് അല്ലാത്ത ബാക്കിയുള്ള സ്റ്റാഫുകളുടെ അറ്റൻഡൻസ് ഒക്കെ രജിസ്റ്റർ ചെയ്യുന്ന അറ്റൻഡൻസ് രജിസ്റ്റർ. പിന്നെ ഡ്യൂട്ടിയിലുള്ള ഡോക്ടേഴ്സിന്റെ സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സിന്റെ ഒക്കെ രജിസ്റ്റർ. പിന്നെ എന്താണ് ഓൺ ഡോക്യുമെന്റ്സ്, എന്താണ് അഡ്മിഷൻ കാർഡ്, കേസ് ഷീറ്റ്, രോഗിയുടെ എന്താണ് ചരിത്രം അല്ലെ, ഇപ്പൊ മിസ് പറഞ്ഞില്ലേ പ്രീവിയസ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ എഴുതി സൂക്ഷിക്കുന്ന കേസ് ഷീറ്റുകള്. ഡ്രഗ് ചാർട്ടുകൾ, എന്താണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ എമർജൻസി ആയിട്ട് സൂക്ഷിക്കുന്ന ഡ്രഗിന്റെ ചാർട്ടുകള്. ഡെത്ത് സർട്ടിഫിക്കറ്റ് ഫോംസ്, എന്താണ് ഡെത്ത് സർട്ടിഫിക്കറ്റ് എന്താണ് നമ്മുടെ കാഷ്വാലിറ്റി സെക്ഷനിൽ വെച്ച് മരണപ്പെട്ട ആളുകളുടെ ഡെത്ത് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഡെത്ത് സർട്ടിഫിക്കറ്റ് ഫോംസ്
നെക്സ്റ്റ് MLC റെക്കോർഡ് വിത്ത് ഓൾ. എന്താണ് MLC റെക്കോർഡുകളില്? നമ്മ MLC റെക്കോർഡുകൾ എന്നും പറഞ്ഞ് മെഡിക്കോ ലീഗൽ കേസുകൾ എന്നും പറഞ്ഞ് സ്റ്റാമ്പ് ചെയ്ത് സൂക്ഷിക്കുന്ന റെക്കോർഡുകളൊക്കെ ആരാണ് സൂക്ഷിക്കുന്നത്? കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറുടെ അണ്ടറില് ലോക്ക് ചെയ്ത് സൂക്ഷിക്കുന്നു. മെഡിക്കോ ലീഗൽ കേസസ് എന്താണ്? ആക്സിഡന്റുകൾ, അപകടങ്ങള്, ആഘാതങ്ങള്, ട്രോമ, പിന്നെന്താണ് കയ്യേറ്റങ്ങള്, വാക്തർക്കങ്ങള്, കയ്യേറ്റങ്ങള്, അടിപിടി കേസുകള്, റേപ്പ് അറ്റംപ്റ്റ്, പിന്നെന്താണ് പോയിസണിങ്, പിന്നെ എന്താണ് ബോധമില്ലാണ്ട് കൊണ്ടുവന്നിട്ട് മരണപ്പെടുക, അങ്ങനെയുള്ള കേസുകളൊക്കെ എന്താണ് MLC കേസ് എന്നും പറഞ്ഞ് സ്റ്റാമ്പ് ചെയ്ത് സൂക്ഷിക്കുന്നു. നെക്സ്റ്റ് പോലീസ് ഇന്റിമേഷൻ ബുക്ക്. പോലീസ് ഇന്റിമേഷൻ ബുക്ക് എന്ന് പറഞ്ഞാല് നമ്മ പോലീസിന്റെ അറിവിലേക്കായി കൊടുക്കുന്ന കേസുകള് എന്താണ് പോലീസ് ഇന്റിമേഷൻ ബുക്കില് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുന്നു. പോലീസിന്റെ അറിവിലേക്കായി കൊടുക്കുന്ന കേസുകൾ അത് എന്തൊക്കെയായിരിക്കും? MLC കേസുകളായിരിക്കും അല്ലേ? ആണോ? ആണോ? എന്താ ആക്സിഡന്റ് കേസുകൾ ഉൾപ്പെട്ടിട്ടുണ്ടാവും, പോയിസണിങ് ഉൾപ്പെട്ടിട്ടുണ്ടാവും, പിന്നെ സ്വാഭാവികമല്ലാത്ത എന്തെങ്കിലും അപകടങ്ങൾ പറ്റിക്കൊണ്ടുവരുന്ന പേഷ്യൻസിന്. ഇന്നാളൊരു ന്യൂസിലുണ്ടായിരുന്നു, പേപ്പറിൽ. എന്താണ് ഒരു കൊച്ചിനെ അമ്മ കൊണ്ടുവന്നിട്ട് എന്താണ് കൊച്ചു മേലേന്ന് വീണിട്ട് അപകടം പറ്റിയതാണ്. ഇപ്പൊ കൊച്ചു മിണ്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്താണ് ഡോക്ടർക്ക് ചെക്കപ്പ് ചെയ്തപ്പോ മനസ്സിലായി ഈ അമ്മ എന്തോ ചെയ്തതാണ്, കൊച്ചിനെ അപായപ്പെടുത്താൻ വേണ്ടി എന്തോ ചെയ്തതാണ്. അതെന്താ? MLC കേസ് ആണല്ലേ? MLC കേസാണോ? കൂടുതലായി ആ അമ്മനെ മദറിനെ ചോദ്യം ചെയ്തപ്പോഴാണ് മനസ്സിലായത് ആ കൊച്ചിനെ അപായപ്പെടുത്താൻ വേണ്ടി അവരെന്തോ ചെയ്തതാണ്, കൊച്ചിനെ ഉപദ്രവിച്ചതാണ്. ആ സമയത്താണ് കൊച്ചി അൺകോൺഷ്യസ് ആയി പോയത്. അപ്പൊ എന്താ അങ്ങനെയുള്ള കേസുകളൊക്കെ എന്താണ്? MLC കേസുകളാണ്. അങ്ങനെയുള്ള കേസുകളൊക്കെ എന്തെയും പോലീസ് ഇന്റിമേഷൻ റെക്കോർഡില് എഴുതി സൂക്ഷിക്കുന്നു. പിന്നെ ഫർദർ ആയിട്ട് ഇവർക്ക് എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ വന്നു കഴിഞ്ഞാൽ ഈ കാഷ്വാലിറ്റി സെക്ഷനിൽ ഈ പോലീസ് ഇന്റിമേഷൻ ബുക്ക് എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റൂല. ഈ കേസിന്റെ ആ ഡേറ്റ് നോക്കിക്കഴിഞ്ഞാൽ ആ കേസിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസ് അവർക്ക് അറിയാൻ പറ്റുന്നു. ട്രോമ എന്ന് പറഞ്ഞാല് ആഘാതം. ക്ലിയർ ആയോ? അത് റെക്കോർഡ്സുകള് മിസ് ഒന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിച്ചോ. മിസ് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്തിട്ട് പോകാട്ടെ. നമുക്ക് ഡൗട്ട്സ് ഒന്നും വെച്ചുകൊണ്ടിരിക്കണ്ട. നെക്സ്റ്റ് ക്ലാസ് ആവാനൊന്നും ഇരിക്കണ്ട. മിസ് എടുക്കുമ്പോ തന്നെ എടുത്ത് കഴിഞ്ഞ മിസ് സമയത്തല്ലോ. റെഫറൽ റെക്കോർഡ്സ് ഒന്നും കൂടെ ഒന്ന് പറഞ്ഞു പോയിന്റ്. ഏതാണ് റെഫറൽ റെക്കോർഡ്? റെഫറൽ റെക്കോർഡ് എന്ന് പറഞ്ഞാല് വന്നിരിക്കുന്ന കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിൽ വന്നിരിക്കുന്ന ഏതെങ്കിലും പേഷ്യൻസിന് വേറെ ഏതെങ്കിലും സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സിനെ കാണിക്കാനോ അതല്ലെങ്കിൽ എന്താണ് സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരൂലേ? അത്രയും ഫെസിലിറ്റീസ് ഒന്നും ഈ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരില്ലേ? അപ്പൊ അങ്ങനെയുള്ള കേസുകളുടെ റെഫറൽ റെക്കോർഡ്. പിന്നത് എല്ലാവർക്കും ക്ലിയർ ആയി ഇത്രയും പോർഷൻസ് എടുത്തത്? ഓക്കെ. അപ്പൊ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് ബാക്കി എടുക്കാം കേട്ടോ. ഇന്നത്തെ ക്ലാസ് വായിക്കാൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു മിസ്.